റിപ്പോർട്ടർ ബ്രേക്കിംഗ് നമ്പർ 4. സർവേ ഡിപ്പാർട്ട്മെന്റിലെ ഡിജിറ്റൽ സർവേ കരാർ തൊഴിലാളികളായ 2800 പേരെ സർക്കാർ പിരിച്ചുവിട്ടു. അല്പസമയം മുമ്പ് ഒരു പ്രേക്ഷകൻ വന്ന് മെസ്സേജ് അയച്ചതാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ 4 മാസത്തെ ശമ്പള കുടിശ്ശികയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചത്. 4 മാസത്തെ ശമ്പള കുടിശ്ശിക പോലും നൽകാതെയാണ് പിരിച്ചുവിടൽ. ഇന്നു മുതൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്നാണ് സർവേ ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നത്. ഇതോടെ സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ മുടങ്ങി. കോടികൾ ചെലവഴിച്ച് ആരംഭിച്ച പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ 4 വില്ലേജുകളിൽ പോലും ഡിജിറ്റൽ സർവേ പൂർത്തിയായിട്ടില്ല. സർവേ ഡയറക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. നമ്മളത് ബ്രേക്ക് ചെയ്യുന്നു. ടി വി പ്രസാദാണ് ആ വാർത്ത പ്രേക്ഷകർക്ക് നൽകുന്നത്. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കമന്റ് അയച്ചതേ ഉള്ളൂ. നമ്മളതൊരു ബ്രേക്കിംഗ് വാർത്തയെ തന്നെ ട്വീറ്റ് ചെയ്യുന്നു. ചെയ്തത് മോശമായി പോയി, 4 മാസത്തെ ശമ്പള കുടിശ്ശിക കൊടുക്കാതെ പിരിച്ചുവിട്ടു. ഇതിനേക്കാൾ ഭേദം കോറോം ഹെൽത്ത് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനി ആയിരുന്നില്ലേ ടി വി പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ, ഗുഡ് മോർണിംഗ്. ഉറപ്പായും കരാർ ജീവനക്കാർ എന്നുള്ളത് എന്നെങ്കിലും ഒരു നാൾ പിരിച്ചുവിടേണ്ടവർ തന്നെയാണ്. കാരണം PSC ലിസ്റ്റിലൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. പക്ഷേ അതിന്റെ പ്രശ്നം അതല്ല അരുൺ, ആ പദ്ധതിയാകെ നിലച്ചു പോകുന്നു എന്നുള്ളതും മാത്രമല്ല 4 മാസത്തെ ശമ്പളം കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. അതൊരിക്കലും നീതീകരിക്കാൻ പറ്റാത്തതാണ്. ശമ്പളം കൊടുത്തിട്ട് നിങ്ങൾ പിരിഞ്ഞു പോയിക്കോ എന്ന് പറയുന്നതാണ് അതിന്റെ മാന്യമായ രീതി എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവർ ശമ്പളം കിട്ടാത്ത ആശങ്കയിലാണ്. ആ ആശങ്ക നമ്മൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇതേ ആളുകളുടെ ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയായി കൊടുത്തതുമാണ്. ചില ജില്ലകളിൽ കരാർ പുതുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവിടെ ഉത്തരവ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ സർവേ ഡയറക്ടറുടെ തന്നെ ഉത്തരവിറങ്ങുന്നത്. സംസ്ഥാന വ്യാപകമായി മുഴുവൻ ആളുകളുടെയും കരാർ ഇന്നലെ അവസാനിക്കുന്നു എന്നുള്ളത്. ആകെ 3300-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ശമ്പളം കിട്ടാത്തതോടെ കുറെ പേർ രാജിവെച്ചു പോയി. ചില ആളുകൾക്ക് പുതുക്കാൻ പറ്റാതെയായി. അങ്ങനെയാണ് ഒരു ഏതാണ്ട് പറയുന്ന സംഖ്യ 2800ഓളം വരുന്ന കരാർ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള തീരുമാനമുണ്ടാകുന്നത്. ഈ തീരുമാനത്തിന്റെ മറ്റൊരു പ്രശ്നം, എങ്ങനെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ആ ഉത്തരവിൽ വരുത്താതെയാണ് എന്നുള്ളതാണ്. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി എന്ന് അവ്യക്തമായി പലയിടങ്ങളിലും ആ ഉത്തരവ് വായിച്ചാൽ നമുക്ക് കാണാനും കഴിയും. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത് അരുൺ, സംസ്ഥാനത്ത് അങ്ങിങ്ങായി കിടക്കുന്ന ഭൂമിയിൽ കൃത്യമായ രേഖകളില്ലാതെ, കൃത്യമായ പ്രശ്നങ്ങളില്ലാതെ കയ്യേറ്റക്കാരുടെ കയ്യിലുള്ള ഭൂമി, ആ ഭൂമിയെല്ലാം കൃത്യമായി ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ സർക്കാർ എടുത്തത്. കോടികളാണ് അതിനുവേണ്ടി മുടക്കിയത്. ആകെയുള്ള 1999 വില്ലേജുകളിൽ 275 വില്ലേജുകളിൽ മാത്രമാണ് ഈ പദ്ധതി ഇതിനകം പൂർത്തീകരിച്ചത്. അതിനിടയിലാണ് ഈ ആളുകളെ മുഴുവൻ മാറ്റുകയും ചെയ്യുന്നത്. മാറ്റുമ്പോൾ അവർക്ക് ശമ്പളം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ പദ്ധതി നിലച്ചു എന്നുള്ളതാണ്. നിലവിലുള്ള സ്ഥിരം ജീവനക്കാരെ വെച്ച് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഉത്തരവിറക്കിയ സർവേ ഡയറക്ടർക്കറിയാം, സർക്കാരിനറിയാം, റവന്യൂ മന്ത്രിക്കറിയാം. പക്ഷേ എങ്ങനെ പദ്ധതി മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ വ്യക്തത ആ ഉത്തരവിലില്ല. ഇവർക്ക് ശമ്പളം കൊടുക്കാതെ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് ഇതിലെ സങ്കടകരമായ കാര്യം അരുൺ. ഓക്കെ, ശരിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടി വി പ്രസാദ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ സർവേ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. നോക്കൂ, 2800ഓളം ജീവനക്കാർ, അവർക്ക് 4 മാസത്തെ ശമ്പളം കുടിശ്ശികയുള്ളൂ. സർ, കോറോം ഹെൽത്ത് എന്ന് പറയുന്ന നമ്മളെ ചൂഷണം ചെയ്ത് ഇവിടുത്തെ തൊഴിലാളികൾക്ക് അവസരം നിഷേധിച്ചു പോയ കമ്പനി പോലും 2-3 മാസത്തെ ശമ്പളം അഡ്വാൻസ് ചെയ്തിട്ടാണ് അവരെ പിരിച്ചുവിടുന്നത്. അപ്പോഴാണ് ചെയ്ത ജോലിക്ക് 4 മാസത്തെ ശമ്പളം പോലും കൊടുക്കാതെ ഡിജിറ്റൽ സർവേ കരാർ ജീവനക്കാരെ പിരിച്ചുവിടുന്നത്. സർക്കാർ വരും പോകും, പക്ഷേ ജനങ്ങളെ, പ്രത്യേകിച്ച് തൊഴിലാളികളെ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സർക്കാർ ചെയ്യേണ്ടത് അടിയന്തരമായി അവർക്ക് ഇനി ആ പദ്ധതി വേണ്ട, ഡിജിറ്റൽ സർവേ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനുള്ള അവകാശമൊക്കെ സർക്കാരിനുണ്ട്, സർക്കാരിൻ്റെ പോളിസിയാണ്. പക്ഷേ ചെയ്ത പണിക്ക് കൂലി കൊടുക്കുക എന്നുള്ളതാണ് ഒരു അന്തസ്സ്. അത് ഈ സർക്കാർ കാണിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ആ 4 മാസത്തെ ശമ്പള കുടിശ്ശിക പാവങ്ങൾക്ക് കൊടുക്കണം. അവർ കഷ്ടപ്പെട്ട് പണിയെടുത്തതാണ് 4 മാസം.